കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി നാടക പ്രവർത്തകൻ ഹരിഹരൻ ഉണ്ണി കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ഇക്കഴിഞ്ഞ 21-ാം തീയതി ആരംഭിച്ച് മെയ് 21-ന് അവസാനിക്കുന്ന വായനാക്കളരിയുടെ 10ാം ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ, സമുദ്രതീരം പ്രസിഡന്റ് ശരത് ചന്ദ്രൻപിള്ള, ഡോക്ടർ ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നാടക പ്രവർത്തകൻ ഹരിഹരൻ ഉണ്ണി കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. എന്താ പിടിക്കാൻ പറ്റാത്ത? ശ്രദ്ധക്കുറവ്, പേടി. പിന്നെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ ജീവിതത്തെ പിടിക്കാൻ പറ്റുന്നത്? പേടി കൊണ്ടാണോ ജീവിതത്തെ പിടിക്കാൻ പറ്റുന്നത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് കൈ ഉയർത്തും. 9 വരെയായോ? 9ാം ക്ലാസ് കഴിഞ്ഞവർ 9ാം ക്ലാസ്സിനെ കുറിച്ച് പഠിക്കുന്നു. കടലാസിട്ട് പിടിക്കുന്നതിനെ കുറിച്ചല്ല, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെ വിട്ടുതരിക. ഇത് ഞങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു കൂട്ടായ്മയിൽ എലിഗേറ്റൂർ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ പ്രായം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങൾ ഇതുപോലെ കാണിച്ചിട്ടു. പിന്നെ ചോദിച്ചു, ഞങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. അടുത്ത ആഴ്ച വന്നു, പിന്നെ അടുത്ത ആഴ്ച വന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പലരോടും ചോദിച്ചു, ആർക്കും വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല. ഇത് പിടിക്കാൻ പറ്റില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ് ഞാനിത് കൊടുത്തു. അത് കൊടുത്തു. ഒരു വണ്ടിപ്പാട് അകലെ വേണം മറ്റൊരു വണ്ടി ഓടുന്നത്, അല്ലേ? പറഞ്ഞില്ലേ? 80 കിലോമീറ്റർ സ്പീഡ് പറന്നു പോകുന്നൊരു വാഹനം, അതിനെ തൊട്ട് അടുത്തൊരു വാഹനം, അത് വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുക. മുൻപിലോട് വളരെ വിശ്വാസിയാണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് പോകണം. 80, 90, 90 ഇങ്ങനെ വണ്ടി അടുത്തടുത്ത് പൊക്കൊണ്ടിരിക്കുക. അപ്പോഴും പെട്ടെന്ന് പൂച്ച കുറുകിയായി. മുന്നിൽ പോകാൻ വിശ്വാസിയാണ്, ആര് വിശ്വസിച്ചു? പൂച്ച കുറുകിയാണെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ആ പൂച്ച കുറുകിയായിട്ട് കാണാത്തവരാരും കയറിപ്പോയിട്ട് ഞാൻ പോകാൻ വിചാരിച്ച് പെട്ടെന്ന് ബ്രേക്ക് വിടും. എന്താ പോയി? പുറകിൽ വന്ന വാഹനം ഇടിക്കും. എന്താ കാരണം? മുന്നേ പോകുന്ന ആളുടെ ബ്രേക്ക് ലൈറ്റ് കാണുമ്പോൾ മാത്രമാണ് പിന്നിൽ വരുന്ന ആൾക്ക് ബ്രേക്ക് പിടിക്കാൻ അല്ലേ? അപ്പോഴേക്ക് അടുത്തടുത്ത് പോകുമ്പോൾ അയാളുടെ ബ്രെയിനിലേക്ക് റെഡ് ലൈറ്റ് പിടിച്ചു എന്നുള്ള ചെന്നതിന് ശേഷം ബ്രെയിൻ ഡിസിഷൻ എടുത്ത് ഏറ്റവും കാലിനും നിർദ്ദേശങ്ങൾ കൊടുത്ത് വരുമ്പോഴേക്കും ടൈം ഈസ് സമയം അല്ലേ? അതുകൊണ്ട് നമ്മൾ സിമ്പിളാണ്. ഞാനിത് ഇട്ടു എന്ന് കാണുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഇട്ടു എന്ന് വരുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ പിടിക്കുക എന്ന നിർദ്ദേശം കൈക്ക് കൊടുക്കുന്നത്. ആ ടൈമിനുള്ളിൽ ഇത് പാസ് ചെയ്യും. ബ്രെയിൻ ക്വിക്ക് മൈൻഡ്, ക്വിക്ക് ബ്രെയിൻ. കുട്ടികളെല്ലാവരും അങ്ങനെയാണ്, ക്വിക്ക് ബ്രെയിനാണ്. സഡനാണ് നമ്മുടെ ബ്രെയിൻ. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വേഗതയിൽ നമ്മുടെ ബ്രെയിൻ ചലിക്കണം. ക്വിക്ക് റെസ്പോൺസ് ആയി അതിനുള്ളിൽ തന്നെ നമ്മൾ ചിന്തിക്കണം, ശരി കണ്ടെത്താൻ കഴിയണം. അത്ര ഫാസ്റ്റ് ആവണം. അങ്ങനെ ശരി കണ്ടെത്താൻ കഴിയണമെങ്കിൽ നമുക്ക് കൃത്യമായി ചുറ്റുപാടുകളെ കുറിച്ച് കൃത്യമായ അറിവൊക്കെ ഉണ്ടാവും. അതിനാണ് ഞങ്ങൾ നാടകമൊക്കെ പഠിപ്പിക്കുന്നത്. നാടകം തോറ്റാൽ തോൽക്കുന്ന ഓരോരുത്തരും
ചുറ്റുപാടും നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ ഒരു പക്ഷിയുടെയോ ഒരു പ്രാണിയുടെയോ പേരുറക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് പറഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരുന്നോണം. അല്ലേ? അപ്പോൾ ഗെയിം ഇതാണ്. ഞാൻ ഒരടി അടിച്ചാൽ നിങ്ങൾ രണ്ടടി അടിക്കും. എല്ലായിടത്തും കളിക്കുന്ന ഗെയിമാണ്. ഞാൻ ഒരടി അടിച്ചാൽ നിങ്ങൾ രണ്ടടി, ഞാൻ രണ്ടടി അടിച്ചാൽ നിങ്ങൾ ഒരടി. ഇനി ഞാൻ മൂന്നടി അടിച്ചാൽ നിങ്ങൾ അടിക്കരുത്. മൂന്നടി അടിച്ചാൽ നിങ്ങൾ അടിക്കരുത്. ആ, തെറ്റിയവർ തന്നെത്താനെ പറയണം. അതാണ് സത്യസന്ധത. സിംഹം, സിംഹം ഇരുന്നോളൂ. രണ്ടടിച്ചത് മൂന്നടിച്ചത് ഓടിയോ വിടുന്നോളാം. ആന ഇരുന്നോ, ഇങ്ങനെ ഇരുന്നോ. ജിറാഫ്, ജിറാഫ് കൊള്ളാം, ഇരുന്നോ. വരുന്നോ. പെട്ടെന്ന് പക്ഷിയുടെ മൃഗത്തിന് ഏത് പേര് വേണം? ആന പറഞ്ഞു കഴിഞ്ഞു. പറയാത്തത് പറയണം. അതുകൊണ്ട് ഉറക്കെ പറയണമെന്ന് പറഞ്ഞു. കടു വരുന്നുള്ളൂ. ആന തെറ്റിച്ചില്ല. ഒരുപാട് പേര് തെറ്റിച്ചു. കളത്തിനോട് പറയരുത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ അമ്മയോട് അച്ഛനോട് സ്നേഹമുള്ള ആളുകളാണ്. വെള്ളിപ്പള്ളി തട്ട അച്ഛനോട് അമ്മയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തിരിച്ചു വരുമ്പോൾ എല്ലാം പറയുന്നവരാണ് നിങ്ങളെന്ന് പറഞ്ഞു. ആരാ ആരാ അതല്ല വേറെ അല്ല മൈന. വെരി ഗുഡ്. കഴുതേക്ക് കൈയ്യിൽ എടുത്തോളൂ. പട്ടി ഇതോളൂ. കുറുക്കൻ ഇതോളൂ. കാക്ക വെരി ഗുഡ്. മുയൽ നല്ല വെരി ഗുഡ്. സീബ്ര അവിടെ പോയി. അടിക്കാതെ ആ സെക്കൻഡ് അടിക്കാതെ തന്നെ വാ. ചിരിയില്ല. അപ്പോഴുണ്ട് അപ്പുറത്തുനിന്ന് ഒരു കൊച്ചു മോൻ, ഒരു ഉണ്ണിക്കുട്ടൻ കയ്യിൽ ഒരു എഴുത്തോലയൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നു നടന്നു. അല്ലേ? ഇങ്ങനെ നടന്നു വരിക. എന്താ എങ്ങനെ നടന്നതെന്ന്? ആ വയലും മുട്ടമൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഈ വയലിലൊക്കെ ചാടി അതിലേക്കൂടെ കുച്ചാടിയെ കണ്ട് പൂമ്പാറ്റയെ കണ്ട് തുമ്പിയൊക്കെ പിടിക്കാൻ പോയി. അങ്ങനെ വളരെ സന്തോഷത്തോടെ വരുമ്പോഴാണ് ഇങ്ങനെ നോക്കി ഭയങ്കരമായിട്ട് ഭൂതത്തിന് ഇഷ്ടപ്പെട്ടു. ആ കുഞ്ഞിയെ ഇഷ്ടപ്പെട്ടു. ഭൂതത്തിൻ്റെതായ രൂപത്തിൽ ചെന്ന് പിടിക്കണോ അതോ സ്നേഹമായി പിടിക്കണോ? വരാമെന്ന് പറഞ്ഞ ഭൂതത്തിനടുത്ത് നമ്മൾ ഭൂതം പെട്ടത് അങ്ങോട്ട്. എന്നിട്ട് പറഞ്ഞു ആ എഴുത്തോലയും എഴുത്താണിയും എടുത്തങ്ങ് കളഞ്ഞേര്. അതെന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ണി പറയുന്നു അങ്ങനെ എഴുത്താണിയും കളഞ്ഞാൽ എൻ്റെ ആശാൻ എന്നെ വഴക്ക് പറയും, എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞു. അതൊന്നുമില്ല, നിനക്ക് ഈ അത്ഭുത കാഴ്ചകൾ കാണണ്ടേ, നീ എൻ്റെ കൂടെ വന്നാട്ടെ, അത് വലിച്ചറിഞ്ഞേക്കാം. അങ്ങനെ ഈ എഴുത്തോലയും എഴുത്താണിയും ഈ ഉണ്ണിക്കുട്ടെടുത്ത് ചേരാം. പെട്ടെന്ന് എന്ത് ചെയ്തു? ഭൂതം ഉണ്ണിയെ പിടിച്ചോണ്ട് പോയി. പക്ഷേ ആ പിടിച്ചോണ്ട് പോകുമ്പോൾ അപ്പോഴത്തേക്ക് ഭൂതത്തിന്റെ മനസ്സെന്താ? സ്നേഹ മനസ്സാ. അല്ലേ?
സ്നേഹ മനസ്സാണ്. വൈകുന്നേരമായിട്ടും ഈ കുഞ്ഞിനെ കാണാതെ വന്നപ്പോഴേക്കും അമ്മ എന്ത് ചെയ്തു? വിഷമിക്കില്ലേ? അമ്മ വിഷമിച്ചു. അമ്മ ഉണ്ണിയെ തിരക്കി ഇറങ്ങി എല്ലാത്തിനോടും ചോദിക്കുകയാണ്. പുല്ലിനോടും മാനോടും പക്ഷിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഉണ്ണിയെ കണ്ടുപോലും. അവസാനം അമ്മ നടന്ന് ഈ പനയുടെ അടുത്ത് വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഈ എൻ്റെ ഉണ്ണിയെ ഈ ഭൂതം പിടിച്ചാണ് മനസ്സിലായി. അപ്പൊ അമ്മ ഭൂതത്തോട് ചോദിച്ചു, എൻ്റെ ഉണ്ണിയെ തരാം. ആ ഭൂതം എന്ത് ചെയ്തു? ഭൂതം കൊടുക്കോ? ഭൂതം കാറ്റടിച്ചു വന്നു പേടിപ്പിക്കാൻ നോക്കി, തീയായിട്ട് വന്ന് പേടിപ്പിക്കാൻ നോക്കി. അതുപോലെ തന്നെ എരുമൂടിപ്പാറയുടെ ആ പാറയുടെ മണ്ടയ്ക്കുള്ള കുന്നിനെ എടുത്ത് ചുമ്മാ പുഷ്പം പോലെ എടുത്ത് ഇങ്ങനെ എറിയാൻ നോക്കി. പല രൂപത്തിൽ അമ്മയെ പേടിപ്പിച്ചു, പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ അമ്മമാർ പോകുമോ? അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള അമ്മമാർ പോവില്ല. അപ്പൊ ഈ അമ്മ പോയില്ല എന്ന് മാത്രമല്ല, ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ രണ്ട് കണ്ണും ചൂഴ്ന്നെടുത്തിട്ട് ഈ ഉണ്ണിയുടെ മുന്നിൽ ഭൂതത്തിന്റെ മുന്നിൽ പൊട്ടപ്പൂതമേതായിട്ട് രണ്ട് കണ്ണുകളും നിനക്ക് തന്നിരിക്കുന്നു. ചുടുചോര ഒഴുകിയിറങ്ങുന്നതാണ്. കണ്ണുകൾ തന്നിരിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ താന്നു. അപ്പൊ ഈ കള്ളപ്പൂതം ചെയ്തിരുന്നതറിയോ? കള്ളപ്പൂതം അങ്ങനെ ഒരു കൃത്രിമ കുഞ്ഞിനെ ഉണ്ടാക്കി. അമ്മ ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏതാണ്? അമ്മയും അച്ഛനെയൊക്കെ നന്നായിട്ട് പൊന്നോമനിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ ഇത്തരം ഭൂതങ്ങൾ പിടിച്ചുകൊണ്ട് കൃത്രിമ കുഞ്ഞുങ്ങളാക്കി. ആ കൃത്രിമ കുഞ്ഞുങ്ങളാക്കി വരുമ്പോൾ അവർക്ക് അമ്മയോട് സ്നേഹം കാണും, അച്ഛനോട് സ്നേഹം കാണും, സഹോദരനോട് സ്നേഹം കാണുക. അവരൊക്കെയാണ് പിച്ചാത്തിയൊക്കെ എടുത്ത് അച്ഛനെ അമ്മയെ കൊല്ലാൻ നടക്കുന്നത്, അല്ലേ? എന്താ കാരണം? അവരൊക്കെ കൃത്രിമ കുഞ്ഞുങ്ങളായി മാറും. ഈ സമൂഹത്തിൽ പോയി തെറ്റായ വഴിയിൽ പോയി കൃത്രിമ കുഞ്ഞുങ്ങളായി മാറും. എത്രയോ കാലം മുമ്പ് കവി എഴുതി വെച്ച അത്തരത്തിലുള്ളൊരു ചെറിയ തീമിനെ പുറത്തെടുക്കാം. എന്തായാലും ഈ കൃത്രിമ കുഞ്ഞിനെ ഈ അമ്മയുടെ കൊടുത്തപ്പോ അമ്മ ഇങ്ങനെ തൊട്ടു കുഞ്ഞിനെ, അല്ലേ? ഇങ്ങനെ തൊട്ടു നോക്കിയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞ് അല്ല. ഏതമ്മയ്ക്ക് അറിയാൻ പറ്റില്ലേ സ്വന്തം കുഞ്ഞിനെ? കണ്ടില്ലെങ്കിലും അറിയാൻ പറ്റില്ലേ? കണ്ട് മാത്രമല്ല, ഉൾക്കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് ചേർത്ത് പിടിച്ച് നോക്കിയോ എൻ്റെ കുഞ്ഞ് അല്ലാതെ വന്നപ്പോ ഈ കൃത്രിമ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ഈ അമ്മ കടുത്ത ഭാഷയിൽ പറഞ്ഞു, പൊട്ടപ്പൂതമേ എന്നൊരു വിളി വിളിച്ചു. പൊട്ടപ്പൂതമേ, നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ അമ്മ ശപിക്കാൻ പോയി. അത്രമേൽ ആഴത്തിൽ സ്നേഹമുള്ള ഒരു അമ്മയുടെ ശാപം ഫലിക്കുമെന്ന് ഈ ഭൂതത്തിന് മനസ്സിലായി. അമ്മമാരുടെ ശാപം അത്രമേൽ വലുതാണ്. ശാപം ഒരു അന്ധവിശ്വാസമൊന്നുമല്ല. അത്രമേൽ അമ്മമാർ വേദനിക്കുന്നത് വളരെ വലുതാണ്. പെട്ടെന്ന് ഭൂതം പേടിച്ചു പോയിട്ട് യഥാർത്ഥ കുഞ്ഞിയെ അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് കഥ. എന്നിട്ട് അമ്മയുടെ കണ്ണുകളും തിരിച്ചു കൊടുത്തു എന്നാണ് കഥ. അങ്ങനെയുള്ള അമ്മമാർ നമുക്ക് വേണം, നല്ല കരുത്തുള്ള അമ്മമാർ. സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ മകൻ എന്തെങ്കിലും തെറ്റിൽ പോയിട്ടുണ്ടോ, ആ മകൻ എന്തെങ്കിലും എന്നോട് പറയാതിരിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കരുത്തുള്ള അമ്മമാര് നമുക്ക് വേണം. അങ്ങനെ നമ്മൾ അമ്മമാരോട് പറയണം, അല്ലേ? അവസാനം ഈ ഭൂതത്തിന് സങ്കടമായി. ഈ ഭൂതം വല്ലാതെ വിഷമിച്ചിട്ട് കുഞ്ഞോട് സ്നേഹമായിരുന്നു. ഈ ഭൂതം നമ്മൾ ഇന്നത്തെ കാലത്തിന്റെ കാര്യമല്ല, സ്നേഹമായിരുന്നു. ഇങ്ങനെയാണ് ഈ അമ്മ പറഞ്ഞ് എല്ലാ വർഷവും ഇങ്ങനെ കൊയ്ത്തുകാലം കഴിയുമ്പോൾ ഭൂതമേ നീ വന്നോളൂ, എന്നെ കുഞ്ഞിയെ കാണാമെന്നോ. പക്ഷെ അമ്മ ബുദ്ധിയുള്ള അമ്മയായിരുന്നു. അമ്മ ഒരിക്കലും യഥാർത്ഥ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു പറഞ്ഞാൽ ഇന്ന വീട്ടിൽ വന്നോളൂ എന്ന് പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്പോഴും എല്ലാ കൊയ്ത്തുകാലം കഴിയുമ്പോൾ നമ്മുടെ വടക്കൻ കേരളത്തിൽ ഈ പൊട്ടപ്പൂതമായിട്ട് ചെന്നിട്ട് ഉണ്ണിയേ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഭൂതത്തെ പറ്റിക്കാൻ വേണ്ടി എല്ലാ വീട്ടിൽ നിന്നും അമ്മമാർ പറയും, ഉണ്ണി ഇവിടെ ഉണ്ട് എന്ന് പറയും. എല്ലാ സ്ഥലത്തേക്കും ഈ ഭൂതം ഓടിച്ചു ഉണ്ണിയെ കാണാൻ. ഇങ്ങനൊരു കഥയുണ്ട്. ഈ കഥ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നേരായ വഴിക്കല്ലാതെ പോകുന്ന ഒരു കാലം വന്നിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുനടക്കാൻ വളരെ കരുത്തുള്ള അമ്മമാര് ഉണ്ടാവും. അപ്പോൾ പൊതുവാണ് കുഞ്ഞിങ്ങനെ പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ നോക്കുമ്പോൾ ബോധത്തിൻ്റെ ഉള്ളിൽ സ്നേഹം വരിക. പതുക്കെ ആ ഭൂതം ആ സ്നേഹം കണ്ട് ആ ഉണ്ണിനെ കണ്ട് ഈ ദുഷ്ടനായ ഭൂതം മാറിയിട്ട് ഒരു സുന്ദരി
30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്.